ഞാനിവിടെ ഈ നെയ്യാറ്റിൻകരയിലിരുന്ന് തന്നെ ഈ ചർച്ചയുടെ ഭാഗമാകുമ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെയും ഈ പ്രദേശത്തെയും ജനങ്ങളുടെ വികാരം ഞങ്ങൾ വളരെ നേരിട്ട് ഇന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഗാന്ധിയൻ ഗോപിനാഥൻ സാറിനോടും നെയ്യാറ്റിൻകരയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടുമൊക്കെ ഏറെ സ്നേഹമുള്ള ഒരു ജനതയാണ് ഇവിടെ അധിവസിക്കുന്നത്. ഗാന്ധിയൻ ഗോപിനാഥൻ സാറിൻ്റെ പ്രതിമയുടെ അനാച്ഛാദനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ടതിലുള്ള വലിയ പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ശ്രീ തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഞങ്ങളിവിടെ DYFI ഇന്നിവിടെ പ്രഖ്യാപിച്ചു, DYFIയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു, തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഈ നെയ്യാറ്റിൻകരയിലെ പൗരസഞ്ചയം അദ്ദേഹത്തെ ഒരു മഹായോഗം നടത്തി ഇവിടെ ക്ഷണിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. RSSും BJPയും ഈ ധിക്കാരവും ധാർഷ്ട്യവും പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ നാടിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഈ നെയ്യാറ്റിൻകര പട്ടണം അദ്ദേഹത്തിന് മഹാസ്വീകരണം കൊടുക്കും. RSSൻ്റെയും BJPയുടെയും ഈ പോർ വിളിക്ക് മുന്നിലൊന്നും ഞങ്ങളാരും ഭയക്കുന്നവരല്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നു. BJPയുടെ പ്രതിനിധി പറഞ്ഞത് എന്താ? ശ്രീ ലാൽ ആരെയാ ചോദ്യം ചെയ്യുന്നത്? RSSനെയാണോ? RSS ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, RSS ആണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ഗാന്ധിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരിക്കൽ ഗാന്ധിയെ കാണാൻ അന്നത്തെ വൈസ്രോയി ഗാന്ധിയുടെ ആശ്രമത്തിലെത്തുക. അപ്പോൾ കുറേ ആളുകൾ, പാവപ്പെട്ടവർ, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർ, അധസ്ഥിതരായ മനുഷ്യർ ഗാന്ധിയെ കണ്ട് ആവലാതികൾ പറയാൻ വേണ്ടി വരിക. അപ്പോൾ ഗാന്ധി ഇവരോടെല്ലാം സംസാരിച്ച ശേഷമാണ് അന്നത്തെ വൈസ്രോയിയെ കാണാൻ മുറിയിലേക്ക് വരുന്നത്. അപ്പോൾ വൈസ്രോയി പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ വൈസ്രോയിയാണ് എന്ന് ഗാന്ധിയോട് പറയുകയാണ്, സൗഹൃദമധ്യേ. അപ്പോൾ ഗാന്ധി തന്നെ കാണാൻ വന്ന് മടങ്ങിപ്പോകുന്ന ജനങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അങ്ങേ രാജ്യത്തിൻ്റെ വൈസ്രോയി ആയിരിക്കും, പക്ഷേ രാജ്യം അവരുടേതാണ്. ഇപ്പോൾ രാജ്യത്ത് ഇന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് RSSകാരനാണ് പ്രധാനമന്ത്രിയെന്നും RSSകാരനാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ രാജ്യം RSSൻ്റെതല്ല ലാലേ, രാജ്യം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേതും അല്ല, രാജ്യം ഇവിടുത്തെ ജനങ്ങളുടേതാണ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും ഒക്കെ നാളെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതിനേക്കാൾ വലിയ കുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അടക്കം ഇവിടെ സിംഹാസനം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഇക്വലൈസ് ചെയ്യരുത്. രാജ്യം അവരുടേതല്ല, രാജ്യം ഇവിടുത്തെ പൗരസഞ്ചയത്തിൻ്റെതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഗാന്ധിയോടുള്ള ഇവരുടെ പക എന്താണ്? ഗാന്ധിയോടുള്ള പക. അപ്പോൾ പ്രധാനമന്ത്രി RSS ആണെന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും ഗാന്ധിയിലേക്ക് പോവുകയാണ്. ഗാന്ധിയോട് ഒരിക്കൽ ഗുജറാത്തിൽ വെച്ചാണ്, ആശ്രമത്തിൽ വെച്ചാണ് ചില ഈ പിന്നെ ഗുണ്ട പ്രവർത്തനവും മതവിദ്വേഷ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന RSS ഇത് മറച്ചു വയ്ക്കാൻ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില സന്നദ്ധ പ്രവർത്തനമൊക്കെ നടത്തുന്നു എന്ന കാര്യം അനുചരന്മാരിൽ ഒരാൾ ഗാന്ധിയോട് പറഞ്ഞു. അവർ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ഗാന്ധിയോട് പറഞ്ഞു. അപ്പോൾ ഗാന്ധി കൊടുത്തൊരു മറുപടിയുണ്ട്, ചരിത്രപരമായ മറുപടിയാണ്, RSSനോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന മറുപടിയാണ്. ഇതേ സന്നദ്ധ പ്രവർത്തനം അവിടെ ഇറ്റലിയിലെ ഫാസിസ്റ്റുകളും ജർമ്മനിയിലെ നാസികളും നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് നടത്തുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് നാസി ആളുകളും ചെയ്തിട്ടുണ്ട്, അവിടെ ഫാസിസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പും ശേഷവും ഇന്ത്യ കണ്ട വർഗീയ കലാപങ്ങളുടെ ചരിത്രം അന്വേഷിച്ചാൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച സംഘമാണ് RSS എന്ന് മനസ്സിലാവും. RSSനെ വിമർശിച്ചാൽ ലീഗൽ കോൺസിക്വൻസസ് നേരിടുമെന്നാണോ ഇവിടെ ഭീഷണി? 1000 വട്ടം ഞങ്ങൾ RSSനെ വിമർശിക്കും. ഗാന്ധിവധത്തിൽ RSSൻ്റെ പങ്ക് ചൂണ്ടിക്കാണിക്കും. ലീഗൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ഭരണഘടനയെപ്പോലും വേട്ടയാടുന്ന ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. തുഷാർ ഗാന്ധിക്ക് എന്ത് പ്രിവിലേജ് എന്നാണ് ചോദിക്കുന്നത്? ഈ രാജ്യത്തെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. RSS വേദിയിലേക്കല്ല തുഷാർ ഗാന്ധി പോയത്.
തുഷാർ ഗാന്ധി പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് തുഷാർ ഗാന്ധി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ തുഷാർ ഗാന്ധിയുടെ ഉത്തമ ബോധ്യങ്ങളാണ് വിശദീകരിച്ചത്. അത് തടയാനും അത് ചെറുക്കാനും അവിടെ പ്രകോപനം സൃഷ്ടിക്കാനും RSSന് എന്തധികാരം? ഭരണഘടനയിലെ അനുച്ഛേദം 19 ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുകയാണ്. സംഘടിക്കാനും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മൗലികമായ സ്വാതന്ത്ര്യമുണ്ട്. അതെങ്ങനെ തടയും? നിങ്ങൾ അനുച്ഛേദം 19 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റദ്ദ് ചെയ്ത് കളഞ്ഞോ? ഇനി നാളെ മുതൽ RSSന് ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരുടെ മുഴുവൻ നാവരിയാൻ RSS ഇറങ്ങി പുറപ്പെട്ടാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും? ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളൊരു യോഗം നടത്തും, RSS ചോദ്യം ചെയ്യാൻ വന്നാൽ ഞങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഈ രാജ്യത്തെ മറ്റ് സംഘടനകളും വ്യക്തികളും അവരുടെ യോഗം സംഘടിപ്പിച്ച് RSS തടയാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? RSS അങ്ങനെ തടയാൻ വന്നാൽ അതിനു മുന്നിൽ വിനീത വിധേയരായി നിൽക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. RSSൻ്റെ ഭയപ്പെടുത്തലിന് മുന്നിൽ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നില്ല. കാരണം രാജ്യം നിങ്ങളുടേതല്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ദേശീയ പതാക അതിനെ ഇവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. 1947 പ്രസിദ്ധീകരിക്കപ്പെട്ട RSSൻ്റെ മുഖവാരിക ഓർഗനൈസറിൻ്റെ ലക്കങ്ങൾ എടുക്കണം. മൂവർണ്ണ കൊടി എന്ന് പറഞ്ഞാൽ 3 നിറം തിന്മയുടെ പ്രതീകമാണെന്ന് പറഞ്ഞവരെ RSS അവരിപ്പോ ദേശീയതയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്ത് ദേശീയത? ഇവർക്ക് എങ്ങനെ എന്ത് ദേശാഭിമാനം, എന്ത് ദേശീയത? ദേശീയ പോരാട്ടത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ, ഗാന്ധിയന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, കോൺഗ്രസ്സുകാർ, സോഷ്യലിസ്റ്റുകൾ, വിപ്ലവകാരികൾ ബ്രിട്ടീഷുകാരുടെ തോക്കിനും ലാത്തിക്കും മുന്നിൽ അവരുടെ ഇടനെഞ്ചു പൊട്ടി ചോരയൊലിച്ചിട്ടുണ്ടല്ലോ. കൊതുക് കടിയേറ്റ് ചോരയൊലിച്ച് ഈ RSSന് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുന്നതിനിടയിൽ കൊതുക് കടിയേറ്റ് പാരമ്പര്യമില്ലാത്തവരാ ഇപ്പോൾ ദേശീയത പഠിപ്പിക്കുന്നത്. വളരെ നിർലജ്ജം ഇവർ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തുഷാർ ഗാന്ധിയെ ഈ രാജ്യത്ത് പിന്നെ ലാലെ, തുഷാർ ഗാന്ധി മാത്രമല്ല ലാലെ, UR അനന്തമൂർത്തിയെ ഇവർ ആക്രമിച്ചിട്ടില്ലേ? ഇവർ വേട്ടയാടിയിട്ടില്ലേ? ഈ രാജ്യത്തെ എത്ര എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ, ആനന്ദ് പട്വർദ്ധനെ ഇവർ വേട്ടയാടിയിട്ടില്ലേ? ഇർഫാൻ ഹബീബിനെയും റോമില ഥാപ്പറെയും ഇവർ വേട്ടയാടിയിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളെ, എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ വേട്ടയാടുക, നിശബ്ദമാക്കുക, അതാണ് ഇവരുടെ തന്ത്രം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ രാജ്യത്തെ BJP ഇതര രാഷ്ട്രീയ ചിന്താഗതിക്കാരായ എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ ഇവർ തീർക്കാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർ രാജ്യം വിട്ടുപോകണം എന്ന് ഭീഷണിപ്പെടുത്തുന്നത്, അവരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇതിനൊന്നും മുന്നിൽ ശ്രീ ലാലെ മുട്ടുമടക്കില്ല. അതാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് പ്രതിഷേധ രേഖപ്പെടുത്തിയത്. ഞങ്ങൾ DYFI ഈ തലസ്ഥാന ജില്ലയിലുടനീളം ഈ ഗാന്ധിയാണ് അപമാനിച്ചത്, ഗാന്ധി കുടുംബത്തെയാണ് അപമാനിച്ചത്. തുഷാർ ഗാന്ധിയെ മാത്രമല്ല, ഗാന്ധിയൻ ആശയങ്ങളെയാണ് ആക്ഷേപിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം. മുഖ്യമന്ത്രി ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും പൊതുപ്രവർത്തകനുമാണ് തുഷാർ ഗാന്ധി. അത് പ്രിവിലേജ് എന്താണെന്നുള്ളത് ആളുകൾക്കറിയാം. അത് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഷിജു ഖാനുമായി സംവദിച്ചത് എന്ന് ഷിജു ഖാൻ തന്നെ പറഞ്ഞല്ലോ.